What an opportunity ahead. Fourth innings, 332 more to win, and you know we are going for it. കഴിഞ്ഞ ദിനത്തെ സ്റ്റെംസിന് ശേഷം ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലെ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ജെയിംസ് ആൻഡേഴ്സണും ഇനിയിപ്പോൾ 600 റൺസാണ് വിജയലക്ഷ്യമെങ്കിലും അടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് അറിയിച്ച് കഴിഞ്ഞ ദിനം നയം പ്രഖ്യാപിച്ചിരുന്നു. ഇംഗ്ലണ്ട് അവസാന ഇന്നിംഗ്സിൽ ബേസ്ബോൾ കളിക്കാൻ തന്നെയാണ് തീരുമാനമെന്നുറപ്പാണ്. എന്നാൽ ഏഷ്യൻ കണ്ടീഷനിൽ ഈ ഒരു ടെസ്റ്റിൽ ഇത് സാധ്യമാണോ? ഇംഗ്ലണ്ട് നിര ഉപഭൂഖണ്ഡത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ചേസ് ചെയ്തിട്ടുണ്ടോ? നമുക്കൊന്ന് ചരിത്രം നോക്കാമെന്ന് തോന്നുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് നാടകീയമായ അന്ത്യത്തിലേക്കാണ് മൂന്നാം ദിനം എത്തിയത്. 399 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിലാണ്. ഇതോടെ 2 ദിനവും 9 വിക്കറ്റും കയ്യിലുള്ള ഇംഗ്ലണ്ടിന് ജയിക്കാൻ ഇനി 332 റൺസാണ് വേണ്ടത്. 27 പന്തിൽ 6 4 അടക്കം 28 റൺസ് എടുത്ത ബെൻ ഡെക്കറ്റിനെയാണ് ഇംഗ്ലണ്ടിന് നഷ്ടമായത്. രവിചന്ദ്ര അശ്വിനാണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയത്. 50 പന്തിൽ 29 റൺസുമായി സാക് ക്രോളിയും 8 പന്തിൽ 9 റൺസുമായി നൈറ്റ് വാച്ച്മാൻ രഹാൻ അഹമ്മദും ക്രീസിലുണ്ട്. അപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ 255 റൺസിന് പുറത്താക്കിയതോടെയാണ് ഇംഗ്ലണ്ട് ഈ വിജയലക്ഷ്യം തീരുമാനിക്കപ്പെട്ടത്. ഇന്ത്യക്കായി തകർപ്പൻ സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗില്ലാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ രക്ഷകനായത്. ഗിൽ 147 പന്തിൽ 11 ഫോറും 2 സിക്സറും സഹിതമാണ് 104 റൺസ് നേടിയത്. ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടാനായതോടുകൂടി അദ്ദേഹം രക്ഷിച്ചെടുത്തത് തന്റെ സ്വന്തം കരിയർ തന്നെയാണ് എന്ന് പറയാം. കാരണം ഗില്ലിനെ ഒഴിവാക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനമെടുത്ത ശേഷമാണ് ഇങ്ങനെയൊരു തകർപ്പൻ സെഞ്ചുറിയുമായി ശുഭ്മാൻ ഗിൽ തന്റെ കരിയർ ഇപ്പോൾ ഇങ്ങനെ തിരിച്ച് പിടിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായി നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട താരമാണ് ഇന്ത്യയുടെ യുവതാരമായ ശുഭ്മാൻ ഗിൽ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു ശുഭ്മാൻ ഗിൽ. ഇംഗ്ലണ്ടിനെതിരെ ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലും ഗിൽ നിരാശപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ആദ്യ ഇന്നിംഗ്സിൽ 23 റൺസാണ് അദ്ദേഹം നേടിയത്. രണ്ടാം ഇന്നിംഗ്സിലാവട്ടെ റൺസ് ഒന്നും എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുമില്ല. അപ്പോൾ രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലും 34 റൺസിന് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. ഇതോടെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ശക്തമായിരുന്നു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ എത്തിയപ്പോൾ ഗിൽ വിമർശകർക്ക് മറുപടി നൽകി, അതും ഈ തകർപ്പൻ സെഞ്ചുറിയുമായി. എന്നാലും ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് നൽകിയ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഗിൽ സെഞ്ചുറി നേടുന്നത് എന്ന് പറയാം. വിശാഖപട്ടണം ടെസ്റ്റ് 3-ാം നമ്പർ സ്ഥാനം നിലനിർത്താനുള്ള അവസാന അവസരമായിരിക്കുമെന്ന് ടീം മാനേജ്മെന്റ് ഗില്ലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ദിനം റിപ്പോർട്ട് ചെയ്തിരുന്നു. 3-ാം ടെസ്റ്റിനിടെ 10 ദിവസത്തെ ഇടവേളയുമുണ്ട്. ഇതിനിടെ ഗില്ലിനെ പഞ്ചാബിന് വേണ്ടി രഞ്ജി ട്രോഫി കളിപ്പിക്കാനുള്ള പദ്ധതിയിലായിരുന്നു ടീം മാനേജ്മെന്റ്. അപ്പോൾ ഈ സെഞ്ചുറി നേടിയില്ലായിരുന്നെങ്കിൽ 9-ന് ആരംഭിക്കുന്ന പഞ്ചാബ് ഗുജറാത്ത് മത്സരത്തിൽ കളിപ്പിക്കാനായിരുന്നു പ്ലാൻ. ഇക്കാര്യം ഗില്ലിനും അറിയാമായിരുന്നു. സെഞ്ചുറിക്ക് മുമ്പ് കഴിഞ്ഞ 9 ഇന്നിംഗ്സുകളിൽ നിന്നും 153 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായിരുന്നത്. 36 റൺസായിരുന്നു അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ. അടുത്തിടെ മുൻ ഇന്ത്യൻ താരമായ അനിൽ കുംബ്ലെ ഗില്ലിനെതിരെ രംഗത്തെത്തിയിരുന്നു. ചേതേശ്വർ പുജാരയ്ക്ക് പോലും ലഭിക്കാത്ത പരിഗണന ഗില്ലിന് ലഭിക്കുന്നു എന്നായിരുന്നു മുൻ കോച്ച് കൂടിയായ കുംബ്ലെ കുറ്റപ്പെടുത്തിയത്. എന്നാൽ വിമർശനങ്ങൾക്കെതിരെ ആ സമയത്തൊന്നും ഗിൽ മറുപടി പറഞ്ഞില്ല. ഒടുവിൽ ഇതാ ബാറ്റ് കൊണ്ട് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിനൊപ്പം അക്സർ പട്ടേൽ മത്സരത്തിൽ 84 പന്തിൽ 6 4 അടക്കം വിലപ്പെട്ട 45ഉം ശ്രേയസ് അയ്യരും രവിചന്ദ്ര അശ്വിനും 29 റൺസ് വീതവും സ്വന്തമാക്കി. ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാൾ 17ഉം രോഹിത് ശർമ്മ 13 റൺസാണ് നേടിയത്. പട്ടിദാർ 9, ഭരത് 6, കുൽദീപ് യാദവ് 0, ബുംറ 0, മുകേഷ് കുമാർ 0 എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങളുടെ സംഭാവന. ഇംഗ്ലണ്ടിനായി ടോം ഹേർട്ട്ലി 27 ഓവറിൽ 77 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തി. രഹാൻ അഹമ്മദ് 25 ഓവറിൽ 88 റൺസ് വഴങ്ങി 3ഉം, ജെയിംസ് ആൻഡേഴ്സൺ 10 ഓവറിൽ 29 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. ഷോയിബ് ബഷീർ 1 വിക്കറ്റും സ്വന്തമാക്കി. അപ്പോൾ അങ്ങനെ വിജയലക്ഷ്യം ഏതാണ്ട് 400 ആയിരിക്കെ ചരിത്രം നോക്കുമ്പോൾ 250 റൺസ് പിന്നിട്ടപ്പോൾ തന്നെ ഈ ടെസ്റ്റിൽ ഇന്ത്യൻ ടീം വിജയം ഉറപ്പിച്ചെന്ന് പറയേണ്ടി വരും ചരിത്രം നോക്കുമ്പോൾ. കാരണം ടെസ്റ്റ് ചരിത്രം എടുത്താൽ ഏഷ്യയിൽ ഒരിക്കൽ പോലും 210 റൺസ് ചേസ് ചെയ്ത് വിജയിക്കാൻ ഇംഗ്ലണ്ടിനായിട്ടില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏഷ്യൻ പിച്ചുകളിൽ ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും വലിയ റൺ ചേസ് കണ്ടത് 1961-ലായിരുന്നു. അന്ന് പാകിസ്ഥാൻ ടീമിനെതിരെയാണ് ലാഹോറിൽ വെച്ച് 209 റൺസ് പിന്തുടർന്ന് ഇംഗ്ലണ്ട് ടീം വിജയിച്ചിട്ടുള്ളത്. അന്ന് പാകിസ്ഥാൻ നൽകിയ 209 റൺസിന്റെ വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് ടീം മറികടക്കുകയായിരുന്നു. അതിനുശേഷം 208 റൺസും ഇംഗ്ലണ്ട് വിജയകരമായി ചേസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ എതിരാളികൾ ബംഗ്ലാദേശ് ആയിരുന്നു. 2010 മാർച്ചിൽ ബംഗ്ലാദേശിനെതിരെ മിർപൂരിൽ വെച്ചാണ് 208 റൺസിന്റെ ലക്ഷ്യം ഇംഗ്ലണ്ട് അനായാസം മറികടന്നത്. 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിലായിരുന്നു അന്ന് മറികടന്നത്. ക്യാപ്റ്റൻ അലിസ്റ്റർ കുക്കിന്റെ 109 നോട്ടൌട്ട് അപരാജിത സെഞ്ചുറിയിലേറി ബംഗ്ലാ കടുവകളെ ഇംഗ്ലണ്ട് അന്ന് 9 വിക്കറ്റിന് തോൽപ്പിക്കുകയായിരുന്നു.
ടെസ്റ്റിൽ ഉപഭൂഖണ്ഡത്തിൽ ഇംഗ്ലണ്ടിന്റെ മൂന്നാമത്തെ വലിയ റൺ ചേസ് ഇന്ത്യക്കെതിരെയായിരുന്നു. 1972 ഡൽഹിയിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യ നൽകിയ 207 റൺസിന്റെ വിജയലക്ഷ്യം 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് ടീം മറികടക്കുകയായിരുന്നു. അപ്പോൾ ഈ 3 ടെസ്റ്റുകൾ മാറ്റി നിർത്തിയാൽ ഏഷ്യയിൽ ഒരിക്കൽ പോലും 200 മുകളിൽ ടോട്ടൽ ഇംഗ്ലണ്ട് ചേസ് ചെയ്തിട്ടില്ല എന്നതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ ചരിത്രം നോക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ വിശാഖപട്ടണം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ വിജയം ഏതാണ്ട് ഉറപ്പാക്കിയെന്ന് പറയേണ്ടി വരും. പക്ഷേ ബെൻ സ്റ്റോക്സിന്റെ കീഴിൽ ഇപ്പോഴത്തെ ഇംഗ്ലണ്ട് ടീമിനെ നമുക്ക് പൂർണ്ണമായും എഴുതിത്തള്ളാൻ കഴിയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ബാസ്ബോൾ ശൈലിയുടെ വക്താക്കളായ അവർ ഇപ്പോൾ വളരെ നിർഭയമായ അറ്റാക്കിംഗ് ക്രിക്കറ്റാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ടോട്ടലും ചേസ് ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഈ ഇംഗ്ലീഷ് ടീം. ആൻഡേഴ്സൺ തന്നെ നേരത്തെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് ബേസ്ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന നിർഭയരായ ഈ ഇംഗ്ലീഷ് നിരയെ പരാജയപ്പെടുത്തുക എന്നത് അടുത്ത 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരിക്കും എന്നത് ഉറപ്പാണ്. ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഇംഗ്ലണ്ട് എത്തുമ്പോൾ ചരിത്രം ആവർത്തിക്കാൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.